അടുത്തയാൾ നമുക്കറിയാം, മുൻ പ്രതിപക്ഷ നേതാവ് KPCCയുടെ മുൻ അധ്യക്ഷൻ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ രമേശ് ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ എന്നത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിരവധി വിഷയങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നയാൾ ഇത്തവണയും പ്രതിപക്ഷ നേതാവ് അല്ലാതിരുന്നിട്ടും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ചെന്നിത്തല നടത്തിയ സമരങ്ങളായാലും പോരാട്ടങ്ങളായാലും ഒക്കെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ കൂടി നമുക്ക് നോക്കാം. അനുകൂലം പ്രതികൂലം എന്ന് പറയുമ്പോൾ അത് ചർച്ചയാകുന്ന വിഷയങ്ങളാണ്. ഏറ്റവും അനുകൂലമായ ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി, ദീർഘകാലത്തെ പരിചയ സമ്പത്ത് തന്നെയാണ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം. മാത്രമല്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കൃത്യമായി നയിച്ചവരിൽ പ്രധാനിയാണ്, അതിന്റെ ചുമതലയുണ്ടായിരുന്നയാളാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് സമുദായ സംഘടനകളുടെ പിന്തുണയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യവും അതുതന്നെയാണ്. സമുദായ സംഘടനകളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. NSS ആയാലും SNDP യോഗമായാലും ഒരേ സ്വരത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇതുപോലെ സമുദായ സംഘടനകളുമായി ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ പരിഹരിക്കാൻ മുന്നിട്ട് നിൽക്കുന്നതും രമേശ് ചെന്നിത്തലയാണ്. മൃദു സ്വഭാവമുള്ള രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ കാർക്കശ്യമില്ലെങ്കിലും കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നത്. എന്നാൽ ചില നെഗറ്റീവുകൾ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തഴയപ്പെടാൻ സാധ്യതയുള്ള MLA-മാരുടെ പൂർണ്ണ പിന്തുണയില്ല. അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ്. മാത്രമല്ല മുതിർന്ന നേതാക്കൾ പിന്തുണയ്ക്കുമോ എന്ന ആകാംക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം VM സുധീരനെ പോലുള്ള നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നതാണ്. പക്ഷേ എത്രത്തോളം മുതിർന്ന നേതാക്കളുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടും എന്നതൊരു നിർണായകമായ കാര്യമാണ്. അതുമാത്രവുമല്ല ഹൈക്കമാൻഡ് പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ആയിരിക്കുമോ? കഴിഞ്ഞതിന് മുൻപത്തെ ടൈമിൽ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിലും ഇത്തവണ ഹൈക്കമാൻഡിന്റെ പിന്തുണ നേടിയെടുക്കാൻ കഴിയുമോ രമേശ് ചെന്നിത്തലയ്ക്ക് എന്ന് തന്നെയാണ് ആകാംക്ഷ. TV പ്രസാദാണ് ചേരുന്നത്. TV പ്രസാദ്, രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് തന്നെയാണ്. കോൺഗ്രസ് ക്യാമ്പിൽ ആ രീതിയിലുള്ള ചർച്ചകളുമുണ്ട്. എന്താണിപ്പോൾ ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്നവർ RC പക്ഷക്കാർ പറയുന്നത്? അദ്ദേഹത്തിന് അനുകൂലമാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് വിനീത. പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ മറ്റു നേതാക്കളും സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലിന് അവിടെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാകാനുള്ള അനുമതി കൊടുത്തില്ല എങ്കിൽ ഉറപ്പായും പരിഗണിക്കപ്പെടുന്ന ഒന്നാമത്തെ പേരുകാരൻ അത് രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ അടുപ്പക്കാർ പറയുന്നത്. കാരണം VD സതീശനാണ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവെങ്കിൽ കൂടിയും VD സതീശന് ഈ മത്സരിച്ച ഇപ്പോൾ MLA-മാരാകാൻ സാധ്യതയുള്ള നേതാക്കളിൽ പിന്തുണയുള്ളവർ കുറവായിരിക്കും എന്നുള്ളതാണ്. അതിൽ കൂടുതലുമുള്ളത് KC വേണുഗോപാലിൻ്റെ പിന്തുണ ഉള്ളവരാണ്. അതോടൊപ്പം തൊട്ട് കഴിഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് വിനീത. അതായത് നേരത്തെ NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ദേശീയ അധ്യക്ഷനായിരുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയുടെ സമകാലികരായ പ്രവർത്തകരെല്ലാം നേതാക്കളെല്ലാം വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്, അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ വലിയ നേതാക്കളായി നിൽക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കെയാണ് രമേശ് ചെന്നിത്തല സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് എന്നൊരു പരിഗണന വരുന്നത്. നേരത്തെ വിനീത സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വിവിധ മതസാമുദായിക സംഘടനകളെ ഏകോപിപ്പിക്കാനുള്ള ശേഷി, പ്രത്യേകിച്ച് NSSനെയും SNDPയെയും കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷിയുള്ള നേതാവ് എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു ചെന്നിത്തല എന്നുള്ളതാണ്. പക്ഷെ നെഗറ്റീവിലേക്ക് വന്നാൽ ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാൽ മുന്നോട്ടേക്ക് വന്നാൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പറയുന്ന സാധ്യതകൾ, അതായത് രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഒരുപാട് ഗുണങ്ങൾ അത് പോസിറ്റീവായി ഭവിക്കും എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയും കൂടെയുള്ളവരും കരുതുന്നത് വിനീത. അതാണ് പരിചയ സമ്പത്തും ഒപ്പം പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ സമുദായ സംഘടനകളെയൊക്കെ കൂടെ നിർത്തി ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഇത്തരത്തിൽ നയതന്ത്രമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള രമേശ് ചെന്നിത്തലയുടെ കഴിവ് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല യുവാക്കൾക്കിടയിലും അദ്ദേഹത്തിന് സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ഒക്കെ വന്നപ്പോൾ വലിയ രീതിയിൽ അത് ചർച്ചയായതുമാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ UDF അധികാരത്തിലെത്തിയാൽ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണരുത്. ഏതായാലും മുതിർന്ന നേതാവായ ചെന്നിത്തലയുടെ അനുഭവ സമ്പത്ത് ഉപയോഗപ്പെടുത്തുമോ